ഹായ് ഹലോ എല്ലാവർക്കും ഉമാസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് തൈര് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനം എന്താണെന്നൊക്കെ വെച്ചാൽ പുളിയില്ലാത്ത തൈര്, നല്ല കട്ട തൈരാണ് ആവശ്യം. കുറച്ച് ജീരകം വേണം, പിന്നെ സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ അത് ചതച്ചിട്ടാലും മതി. പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു നുള്ള്, മുളക് പൊടി, മല്ലിപ്പൊടി ഓരോ ടീസ്പൂൺ വീതം, പിന്നെ അര ടീസ്പൂൺ കായപ്പൊടി, ഒരു നുള്ള് ഉലുവപ്പൊടി. ഇത്രയും പൊടികൾ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച്, ഏത് കുക്കിംഗ് ഓയിലായാലും മതി. ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിൽ ജീരകം ആദ്യം ഇടണം. ജീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണം മാറി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലിടാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും പിന്നെ തക്കാളിയും ചേർക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് പകുതി വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് എടുത്തു വച്ചേക്കുന്ന പൊടികളെല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാവുന്നതാണ്. അത് വീണ്ടും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പിടണം. ആവശ്യമുള്ള ഉപ്പിട്ട് ഏകദേശം 2-3 മിനിറ്റ് കഴിയുമ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരും. ആ എണ്ണ തെളിഞ്ഞ് വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില അതിലേക്ക് ഇടണം. നന്നായിട്ട് ഇളക്കണം. മല്ലിയില ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഒത്തിരി നേരം വയ്ക്കേണ്ട കാര്യമില്ല. ഏകദേശം ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ആ തൈര് അതിലേക്ക് ഒഴിക്കണം. തൈരൊഴിച്ച് ഒന്ന് ഇളക്കിയെടുത്ത് ഉടനെ തന്നെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ചൂടോടുകൂടിയോ അല്ലെങ്കിൽ തണുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. പ്രധാനമായിട്ടും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തൈര് ഒഴിച്ചതിന് ശേഷം യാതൊരു കാരണവശാലും ഈ കറി ചൂടാക്കാൻ പാടില്ല. കുറച്ച് 5-10 മിനിറ്റിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്നോട് പറയണം. ഇഷ്ടപ്പെട്ട ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ഉമാസ് ഫാമിലി കിച്ചൺ.